പ്രിയ വിദ്യാർത്ഥികളെ, ഏവർക്കും ട്യൂട്ട് ഫോക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഒരു ലെക്ചറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ആയിട്ടുള്ള ട്രീയെ എങ്ങനെയാണ് ഒരു പോസ്റ്റ് ഓർഡർ ഇൻ ഓർഡർ ട്രാവേഴ്സൽ സീക്വൻസിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്യുക എന്നതിനെക്കുറിച്ചാണ്. പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ ലെക്ചർ 21 എന്താണ് ബൈനറി ട്രീ എന്ന് ചർച്ച ചെയ്തിരുന്നു. ബൈനറി ട്രീ എന്ന് പറയുന്ന ഒരു ട്രീ ഡേറ്റ സ്ട്രക്ചർ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷനുണ്ട്. ഏതൊരു നോഡിനെ എടുത്തു കഴിഞ്ഞാലും മാക്സിമം 2 ചിൽഡ്രൻ വരെ വരുന്ന ഒരു ട്രീ എന്ന് പറയുന്ന സ്ട്രക്ചറിനെ നമുക്ക് ബൈനറി ട്രീ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് വരുത്താം. സോ ബൈനറി ട്രീയുടെ 3 ട്രാവേഴ്സൽസ് ആണ് സാധാരണഗതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയുക. ഇൻ ഓർഡർ, പ്രീ ഓർഡർ ആൻഡ് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ട്രാവേഴ്സൽസിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് ലെക്ചർ 22, 23, 24 നമ്മൾ ചർച്ച ചെയ്തിരുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് ഈ ഒരു ലെക്ചറിൽ നമ്മൾ ചർച്ച ചെയ്യുക എങ്ങനെയാണ് ഒരു പോസ്റ്റ് ഓർഡർ ആൻഡ് ഇൻ ഓർഡർ സീക്വൻസിൽ നിന്ന് ഒരു ബൈനറി ട്രീയെ കൺസ്ട്രക്ട് ചെയ്യുക എന്നതിനെക്കുറിച്ചാണ്. സോ നമ്മൾ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽസ് നോക്കിയാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സലിൽ ഏറ്റവും അവസാനം കാണുന്ന ഡേറ്റ ഏതാണോ ആ ഡേറ്റ ആയിരിക്കും ഒരു ബൈനറി ട്രീയുടെ റൂട്ട് നോഡ് എന്നത്. സോ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സിലെ ഏറ്റവും റൈറ്റിലുള്ള ഡേറ്റയെ റൂട്ട് നോഡ് ആക്കിക്കൊണ്ട് പോസ്റ്റ് ഓർഡറിനെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടായിരിക്കും ബൈനറി ട്രീയെ കൺസ്ട്രക്ട് ചെയ്യുക. എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കാം. സോ പ്രിയ വിദ്യാർത്ഥികളെ, ഈ ഒരു ലെക്ചർ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. സോ പ്രിയ വിദ്യാർത്ഥികളെ, പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സലിനെ നോക്കിയാൽ നമുക്ക് ട്രാവേഴ്സൽ എപ്പോഴും പെർഫോം ചെയ്യുക ലെഫ്റ്റ്, റൈറ്റ്, റൂട്ട് എന്ന സീക്വൻസിലും ഇന്നോർഡർ സീക്വൻസിലാണ് എങ്കിൽ ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ് എന്ന സീക്വൻസിലുമാണ്. സോ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഉദാഹരണത്തെ എടുക്കുകയാണെങ്കിൽ നമുക്ക് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സലിലെ റൈറ്റ് മോസ്റ്റ് ഡേറ്റ ആയിട്ടുള്ള എ എന്ന് പറയുന്ന ഡേറ്റയെ ബൈനറി ട്രീയുടെ റൂട്ട് നോഡാക്കി മാറ്റാം. സോ അങ്ങനെ നമ്മൾ എ എന്ന് പറയുന്ന ഡേറ്റയെ ബൈനറി ട്രീയുടെ റൂട്ട് നോഡാക്കുകയാണെങ്കിൽ ഇൻ ഓർഡർ ട്രാവേഴ്സലിനകത്ത് ഈ എ എന്ന് പറയുന്ന ഡേറ്റ എവിടെയാണോ ഇരിക്കുന്നത് ആ എ എന്ന് പറയുന്ന ഡേറ്റയുടെ ലെഫ്റ്റിലേക്കുള്ള എല്ലാ ഡേറ്റാസിനെയും ലെഫ്റ്റ് ചൈൽഡായിട്ടും റൈറ്റിലേക്കുള്ള എല്ലാ ഡേറ്റാസിനെയും എയുടെ റൈറ്റ് സബ്ട്രീ ആയിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. സോ അങ്ങനെയാണ് എങ്കിൽ എയുടെ ലെഫ്റ്റിലേക്കുള്ള DBHE എന്ന് പറയുന്ന ഡേറ്റാസിനെ എയുടെ ലെഫ്റ്റ് സബ്ട്രീ ആയിട്ടും IFJCG എന്ന് പറയുന്ന ഡേറ്റാസിനെ എയുടെ റൈറ്റ് സബ്ട്രീ ആയിട്ടും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇങ്ങനെ മാറ്റിയതിനു ശേഷം ഇനി നമ്മൾ ട്രാവൽ ചെയ്യേണ്ടത് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സലിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. എന്തുകൊണ്ട് നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ട്രാവൽ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സലിൽ റൂട്ട് നോഡ് എപ്പോഴും റൈറ്റ് മോസ്റ്റ് എലമെൻ്റ് ആയതുകൊണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുക റൂട്ട് നോഡ് ഇരിക്കുന്ന റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കായിരിക്കും നമ്മൾ ട്രാവൽ ചെയ്ത് വരിക. സോ എ എന്ന് പറയുന്ന ഒരു ഡേറ്റയെ ഓൾറെഡി നമ്മൾ കൺസ്ട്രക്ട് ചെയ്തതുകൊണ്ട് ഇനി അടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യുക സി എന്ന് പറയുന്ന ഡേറ്റ ആയിരിക്കും. സോ സി എന്ന് പറയുന്ന ഡേറ്റ എവിടെയാണ് ഇപ്പോൾ ബൈനറി ട്രീയിൽ ഇരിക്കുക എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. സോ സി എന്ന് പറയുന്ന ഡേറ്റയെ നമുക്ക് എയുടെ റൈറ്റ് സബ് ട്രീയിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ സി ഇരിക്കുന്ന ആ നോഡിനകത്ത് സിയുടെ ലെഫ്റ്റിലേക്കിരിക്കുന്ന എല്ലാ ഡേറ്റാസിനെയും സിയുടെ ലെഫ്റ്റ് ചൈൽഡ് ആക്കിക്കൊണ്ടും സിയുടെ റൈറ്റിലിരിക്കുന്ന ഡേറ്റാസിനെ എല്ലാം സിയുടെ റൈറ്റ് ചൈൽഡ് ആക്കിക്കൊണ്ടും നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. സോ സിയുടെ ലെഫ്റ്റിലേക്ക് IFJ എന്ന് പറയുന്ന ലെഫ്റ്റ് സബ് ട്രീയെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. സിയുടെ റൈറ്റിലേക്ക് G എന്ന് പറയുന്ന ഒരു പുതിയ റൈറ്റ് ചൈൽഡിനെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് G എന്ന് പറയുന്ന ഡേറ്റയിലേക്കായിരിക്കും. സോ പോസ്റ്റ് ഓർഡറിൽ നമ്മൾ കണ്ട G എന്ന് പറയുന്ന ഡേറ്റ ട്രീയിലേക്ക് നോക്കുമ്പോൾ Gക്ക് ലെഫ്റ്റും റൈറ്റും മറ്റ് ഡേറ്റാസ് ഇല്ലാത്തതുകൊണ്ട് അടുത്ത ഡേറ്റ സീക്വൻസിലേക്ക് പോയപ്പോൾ പോസ്റ്റ് ഓർഡർ സീക്വൻസിലെ അടുത്ത ഡേറ്റ ആയിട്ടുള്ള Fലേക്ക് പോയപ്പോൾ ആ F ബൈനറി ട്രീയിൽ നമ്മൾ കാണുന്നത് സിയുടെ ലെഫ്റ്റ് സബ് ട്രീ ആയിട്ടാണ്. ആ Fൻ്റെ ലെഫ്റ്റിലേക്ക് I എന്ന് പറയുന്ന ഡേറ്റയും റൈറ്റ് J എന്ന് പറയുന്ന ഡേറ്റയും നമുക്ക് കാണാം. അതുകൊണ്ട് Fൻ്റെ ലെഫ്റ്റ് ചൈൽഡായിട്ട് Iയെയും റൈറ്റ് ചൈൽഡായിട്ട് Jയും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സലിലെ J എന്ന് പറയുന്ന നോഡിലേക്ക് നമ്മൾ പോയി. സോ Jയ്ക്ക് ലെഫ്റ്റും റൈറ്റും നമുക്ക് ട്രീയിൽ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് I എന്ന് പറയുന്ന നോഡിലേക്ക് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സലിലേക്ക് പോയി. I എന്ന് പറയുന്ന ഡേറ്റയെ നമ്മൾ ട്രീയിലേക്ക് നോക്കുമ്പോൾ ലെഫ്റ്റ് സബ് ട്രീയും റൈറ്റ് സബ് ട്രീയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. സോ ഇനി നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കും? അടുത്ത ഡേറ്റ ആയിട്ടുള്ള Bയിലേക്ക് പോയി. Bയെ നമ്മൾ ട്രീയിലേക്ക് നോക്കിയപ്പോൾ Bയുടെ ലെഫ്റ്റിലേക്ക് നമുക്ക് D എന്ന് പറയുന്ന ഡേറ്റയും റൈറ്റിലേക്ക് നമുക്ക് HE എന്ന് പറയുന്ന 2 ഡേറ്റാസിനെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ Bയുടെ ലെഫ്റ്റ് ചൈൽഡായിട്ട് Dയും റൈറ്റ് ചൈൽഡായിട്ട് HE എന്ന് പറയുന്ന 2 ഡേറ്റാസിനെയും കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് ഒരു നോഡിലേക്ക് നമുക്ക് പോകാം. അതിനുശേഷം നമ്മൾ E എന്ന് പറയുന്ന ഡേറ്റയാണ് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സലിൽ കാണുക. സോ E എന്ന് പറയുന്ന ഡേറ്റയെ നമ്മൾ ട്രീയിൽ കാണുമ്പോൾ Eയുടെ ലെഫ്റ്റിലേക്ക് നമുക്ക് H എന്ന് പറയുന്ന ഒരു ഡേറ്റയെ കാണാം. അതുകൊണ്ട് Eയുടെ ലെഫ്റ്റ് ചൈൽഡായിട്ട് നമുക്ക് H എന്ന് പറയുന്ന നോഡിനെ കൺസ്ട്രക്ട് ചെയ്യാം. സോ ഇതിനുശേഷം നമ്മൾ പോസ്റ്റ് ഓർഡറിൽ കാണുന്നത് H എന്ന് പറയുന്ന ഡേറ്റയാണ്. ആ Hന്
ട്രീയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റും റൈറ്റും ഡേറ്റാസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സലിലെ ഡി എന്ന് പറയുന്ന ഡേറ്റയിലേക്ക് പോയി ഡിക്കും ട്രീക്കകത്ത് ലെഫ്റ്റും റൈറ്റും ഡേറ്റാസിന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു പോസ്റ്റ് ഓർഡർ ഇൻ ഓർഡർ സീക്വൻസിൽ നിന്ന് ഒരു ബൈനറി ട്രീയെ കൺസ്ട്രക്ട് ചെയ്യുക. സീക്വൻസ് എങ്ങനെയാണ് വർക്കാവുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തൊട്ട് മുമ്പത്തെ ലെക്ചറിൽ നമ്മൾ പ്രീ ഓർഡർ ട്രാവേഴ്സലിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ട്രാവൽ ചെയ്തതെങ്കിൽ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സലിൽ ട്രാവൽ ചെയ്യുക റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുന്ന ഒരു സീക്വൻസിൽ നിന്നാണ് നമ്മൾ ബൈനറി ട്രീയെ കൺസ്ട്രക്ട് ചെയ്യുക. പ്രിയ വിദ്യാർത്ഥികളെ, ഈ ഒരു ലെക്ചർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന നേരം പരിഗണിക്കാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.